തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്കായി ഭൂമി നൽകിയവരോട് സർക്കാരിന്റെ അവഗണന. ഭൂമി നൽകിയവരുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാരോ ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി അറിയിച്ച് സ്ഥലം വിട്ടു നൽകിയവർ കേന്ദ്ര മന്ത്രി വി മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കാത്തതിനാലാണ് പദ്ധതി നീണ്ടുപോകുന്നതെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്കായി ഭൂമി നൽകിയവരാണ് സംസ്ഥാന സർക്കാരിന്റെ അവഗണന വ്യക്തമാക്കി കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ വി മുരളീധരന് നിവേദനം നൽകിയത്. ദേശീയപാത അതോറിറ്റി അധികൃതരുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. പരാതിക്കാരുടെ ആശങ്കകൾ കേട്ട വി മുരളീധരൻ ദേശീയപാത അതോറിറ്റി അധികൃതരോട് പദ്ധതിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചു. കേന്ദ്രവുമായി ഉണ്ടായ ധാരണയനുസരിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കാത്തതാണ് പദ്ധതി വൈകുന്നതെന്ന് NH വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 1-ാം തീയതി മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ ഔട്ടർ റിംഗ് റോഡിന്റെ നടപടികൾ മുൻഗണനാക്രമത്തിലാണെന്നാണ് വ്യക്തമാക്കിയത്. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച പോസിറ്റീവായി അതിന്റെ ഭാഗമായി ദേശീയപാത നിലവാരത്തിൽ റിംഗ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻഗണനാ പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുകയും കൃത്യമായ ഇടവേളകളിൽ പദ്ധതിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗത്തിലും ഔട്ടർ റിംഗ് റോഡ് സാധ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ വളരെ പോസിറ്റീവായി നടന്നു. എന്നാൽ പരാതിയുമായി നിരവധി തവണ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടും മന്ത്രിയോ ഉദ്യോഗസ്ഥരോ കാണാൻ പോലും തയ്യാറാകുന്നില്ലെന്ന് ജനകീയ സമിതി. കേരള ഗവൺമെന്റ് ഒരു ഗസറ്റ് വിജ്ഞാപനം ഇറക്കണം. അവർക്ക് കിട്ടേണ്ടതായ പൈസയെക്കുറിച്ച്, അതായത് 477 കോടി രൂപയാണ് നമ്മുടെ ഗവൺമെന്റ് NHAIക്ക് കൊടുക്കേണ്ടത്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഏത് സമയത്തും ജോലി തുടങ്ങാൻ സന്നദ്ധരാണ്. പക്ഷേ നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിനെ കുറിച്ച് എന്തുകൊണ്ട് നമ്മളെ ഗവൺമെന്റ് ചിന്തിക്കുന്നില്ല? നമ്മുടെ MLA വന്നിരുന്നാലോ നമ്മൾ അവിടുത്തെ ജനങ്ങളാണ് ജയിപ്പിച്ചിട്ടെന്നുള്ളൊരു ചിന്താബോധമൊന്നുമില്ല. ജനങ്ങളെ മുഖത്ത് പോലും നോക്കത്തില്ല. അവർക്ക് കുറച്ച് പാർട്ടിക്കാരുണ്ട്, അവരെ കൂട്ടത്ത് വട്ടം കൂടി നിൽക്കുക, സംസാരിക്കുക, വരുന്ന കാര്യം നടത്തുക, പെട്ടെന്ന് അങ്ങ് പോവുക. അല്ലാതെ ഇനിയിപ്പോൾ ഇറങ്ങും. അടുത്ത ഇലക്ഷൻ്റെ ടൈം ആയില്ലേ, ആ ടൈം ആകുമ്പോൾ പൊതുജനങ്ങളെ കാണാനായിട്ട് രംഗത്തോട്ട് ഇറങ്ങി വരും. ആ ഒരു വരവിനായിട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നടപടി വൈകിയാൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.